ഹലോ ഗൈസ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനുള്ളത് വെൺമണിയിലാണ് കേട്ടോ. ആലപ്പുഴ ജില്ലയിലെ വെൺമണി ഷാർങ്ങക്കാവ് ദേവി ക്ഷേത്രത്തിന് സമീപമാണ്. ഞാൻ ഇതുവഴി പോയപ്പോൾ കുറെ ചേട്ടന്മാർ ഇവിടെ മീനൊക്കെ വിൽക്കുന്നുണ്ട് കേട്ടോ. ഒരു വ്യത്യസ്തമായ ഒരു മീൻപിടുത്തമാണ് ഇവിടെ. നമുക്കൊന്ന് കണ്ടു നോക്കാം. ഇവിടെ ഒരു ചേട്ടൻ മീൻ വിൽക്കുന്നുണ്ട്. വേണ്ട, തൂളിയാന്ന് തോന്നുന്നു. ചേട്ടാ, തൂളിയാണല്ലേ? എന്താ വിലയാ? കിലോ 100 രൂപ. കിലോ 100 രൂപ. കിലോ 100 രൂപ. ഇവിടുന്ന് പിടിക്കുന്ന തന്നെ അല്ലേ? അപ്പൊ ഗൈസ്, ഇവിടുന്ന് പിടിക്കുന്ന മീനാണെന്ന് പറയാട്ടോ. നമുക്ക് ഇവിടെ കുറെ ആൾക്കാരൊക്കെ ഇവിടെ കൂടി നിപ്പുണ്ട്. കുറെ ചേട്ടന്മാരൊക്കെ ഇവിടെ മീൻ പിടിക്കുന്നത് കാണാൻ വേണ്ടിയിട്ട് നിപ്പുണ്ട്. നമുക്ക് നോക്കാം. ഇത് വെൺമണി ഷാർങ്ങക്കാവ് ദേവി ക്ഷേത്രത്തിന് സമീപമാണ് കേട്ടോ. ചേട്ടാ, ഇതെന്തോ ആറ്റിന്നുള്ള കൈവഴിയല്ലേ? നമുക്ക് താഴേക്ക് നിന്ന് നോക്കാം. താഴെ ചെന്നാലേ കറക്റ്റ് ആയിട്ട് കാണാനൊക്കത്തുള്ളൂ. മീൻ തന്നെ വന്ന് വീഴുമല്ലയോ? ചേട്ടൻ നമുക്ക് കാണിച്ചു തരാം വഴിയൊക്കെ കേട്ടോ. അപ്പൊ അടിപൊളി കാഴ്ചയാണ് ഗൈസ്. നമുക്ക് നോക്കാം. മീനൊക്കെ തന്നെ വന്ന് വലയ്ക്കകത്ത് വീഴുകയാണ് കേട്ടോ. അപ്പൊ ഗൈസ്, ഇതാണ് വെള്ളത്തിൽ നിന്ന് വലക്കകത്തോട്ട് തന്നെ പോയി മീൻ വീഴുവാണ് കേട്ടോ. തൂളിയാണ് കൂടുതലും. തൂളിയും ചെറിയ പൊടിമീനുകളൊക്കെയാണ്. ഗൈസ്, ഇത് കണ്ടോ? വലക്കകത്തുനിന്ന് മീനെ ഒരു കോരി എടുക്കുകയാണ്. വല ഇവിടെ ഉടക്കിപ്പോയെന്ന് തോന്നുന്നു. കഴിച്ചിട്ടാണ് ഇവിടെ കുറെ മീനുകളെ ഇറക്കി കിട്ടിയിട്ടുണ്ട് കേട്ടോ. അടിപൊളി പിടയ്ക്കുന്ന മീനാണ്. എടാ, പേരെന്തുവാ? എല്ലാ വർഷവും പിടിക്കുന്നതാണോ? വർഷത്തിലേ ഉള്ളല്ലേ? ഈ വെള്ളം കയറി വരുമ്പോഴേ ഉള്ളല്ലേ? ബക്കറ്റിനകത്ത് വരെ ഇവിടെ മീൻ കിട്ടുന്നുണ്ട് കേട്ടോ. പൊടിമീനാണ്. അതാണ്ട് ആ ചേട്ടൻ ബക്കറ്റിനകത്ത് കെട്ടിയിട്ടിരിക്കുകയാണ് ബക്കറ്റ് കേട്ടോ. ബക്കറ്റിനകത്ത് പൊടിമീൻ വയമ്പൊക്കെയാണ്. തൂളിക്കുഞ്ഞാന്നോ? ഗൈസ്, 3 ബക്കറ്റില് പൊടിമീൻ നിറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇത് പൊക്കിയെടുക്കാൻ ചേട്ടൻ പാട് വിടുവാണ്. 3 ബക്കറ്റ് കെട്ടി തൂക്കിയിട്ട് ഇതിനകത്ത് മൊത്തം പൊടിമീനാണ്. ഗൈസ്, പൊടിമീന് പൊക്കിയെടുക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടോണ്ടിരിക്കുന്നത് കേട്ടോ. ഒരു ബക്കറ്റ് പൊടിമീനുണ്ട്. ഇതെന്താ, തൂളിക്കുഞ്ഞുങ്ങളാണോ? അപ്പൊ ഗൈസ്, തൂളിക്കുഞ്ഞുങ്ങളാണ് കേട്ടോ. ഒരു ബക്കറ്റ് മീനുണ്ട്. ബക്കറ്റ് അങ്ങോട്ട് ഇട്ട് കൊടുത്തേ ഉള്ളൂ, തന്നെ മീൻ ചാടി കയറുകയാണ്. അപ്പൊ ഗൈസ്, വല വലിച്ചു കയറ്റുകയാണ്. വല വലിച്ചു കയറ്റുന്ന കാഴ്ചയാണ് വന്നുകൊണ്ടിരിക്കുന്നത്. നിറച്ച് മീനുണ്ട് കേട്ടോ. അടിപൊളി. മീൻ വലിച്ച് മേളിൽ കയറ്റി കേട്ടോ.
അപ്പൊ ഗൈസ് എന്തായാലും വ്യത്യസ്തമായ ഒരു മീൻപിടുത്ത കാഴ്ചയാണിത്. അടിപൊളി തൂളിയാണ് കേട്ടോ. ഓ എന്തോ മീനത് അടിപൊളി എടാ മോനെ. ഓ സൂപ്പർ സൂപ്പർ. വലിയ തൂളി തന്നെ അല്ല കേട്ടോ. ആ വലയിൽ നിന്ന് വേറൊരു വലയിലോട്ട് അവര് പകർത്തുവാണ്. ഇഷ്ടംപോലെ മീനുണ്ട്, ഇഷ്ടംപോലെ മീനുണ്ട്. അടിപൊളി. ഇതാണ് മീൻ വിൽക്കാൻ കൊണ്ടുപോകണം. എടാ വിൽക്കാൻ കൊണ്ടുപോകണോ? വിൽക്കാൻ കൊണ്ടുപോകാനുള്ള ഫ്രഷ് മീനാട്ടോ, പടയ്ക്കുന്ന മീൻ. കല്യാത്രയായിട്ടാ വിൽക്കുന്നല്ലേ? പൈസ അവിടെ കൊണ്ട് തന്നപ്പോ 3000 കൂടുതൽ നിനക്ക് ഓർമ്മയുണ്ടോ? ആ കേക്കടാ. വാരിയം കൊടുക്കുമല്ലേ? വാരി കൊടുക്കും. കിലോ തൂക്കമൊന്നുമില്ല. എത്ര? 100? 100 രൂപ. 100 രൂപയ്ക്ക് ഒരു കിറ്റ്. അപ്പൊ കഴിച്ചു 100 രൂപയ്ക്ക് ഒരു കിറ്റാ കൊടുക്കുന്നത് കേട്ടോ. ഇവിടെ ഒരുപാട് ആളുകളൊക്കെ വാങ്ങിക്കാൻ പറ്റുന്നുണ്ട് മീൻ. അപ്പൊ ഗൈസ് നമ്മുടെ കൂടെ ഒരു ചെറിയൊരു യൂട്യൂബർ ഉണ്ട്, വെൺമണി. എന്റെ സ്വന്തം വെൺമണി എന്ന് പറഞ്ഞ ഗ്രൂപ്പിന്റെ ആളാണ്. ഹലോ ഹായ്, പേര് ഗിരീഷ് എന്നാണ് പേര്. അപ്പം നമ്മുടെ ചാനലാണ് എൻ്റെ സ്വന്തം വെൺമണി എന്ന്. അപ്പം ഇപ്പം നിർത്തി വെച്ചിരിക്കുക ആ ചാനല്. വെൺമണി മീഡിയ എന്നുള്ള രീതി ഇപ്പം പുതിയ ഒരു ചാനൽ നമ്മൾ ഓപ്പൺ ആക്കിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരുടെയും സപ്പോർട്ടും സഹകരണങ്ങളൊക്കെ നമുക്ക് ഇനി ആവശ്യമാണ്. അപ്പം നമ്മുടെ അവിടെ അടുത്താണ് ആയിട്ട് വന്നതാണ്, ഒരു വീഡിയോ എടുക്കാൻ വേണ്ടി വന്നത്. അപ്പോഴാണ് നമ്മൾ കണ്ട് പരിചയപ്പെട്ടത്. അപ്പൊ ഗൈസ് ഇതാണ് പടയ്ക്കുന്ന തൂളിയാണ് കേട്ടോ. ചേട്ടാ തൂക്കിയാണോ കൊടുക്കുന്നത്? എത്ര കിലോ? എത്ര? 100 രൂപ. അവിടെ ചേട്ടൻ വാരി കൊടുക്കുന്നതാണ്, തൂക്കുന്നൊന്നുമില്ല. അറിയത്തില്ല എന്താണ്, അറിയത്തില്ല. 100 രൂപയുള്ളൂ. എന്താണെന്ന് അറിയത്തില്ല, ഓരോരുത്തരും ഇഷ്ടമാണ്. കൊടുത്തു ബാക്കി അനിയന് 100 രൂപയുള്ളൂ. ആദായം 100 രൂപയുള്ളൂ. എനിക്ക് പിന്നെ കിട്ടത്തില്ല. തൂളിക്കുഞ്ഞല്ലേ? വയമ്പല്ല അല്ലേ? കയ്പും വയമ്പും തൂളിക്കുഞ്ഞും എല്ലാം കൂടെ. ഇതെന്താ പറയാ? 1.5 കിലോ 100 രൂപ. 1.5 കിലോ വാരി കൊടുക്കുമല്ലേ? 1.5 കിലോ 100 രൂപയാണ് ചെറിയ മീൻ കേട്ടോ. ആണ് തൂളിയൊക്കെ മേടിക്കാനൊക്കെ ഇഷ്ടംപോലെ ആൾക്കാർ ഇവിടെ വന്നിരിക്കുന്നത്. നല്ല ഫ്രഷ് മീനാണ്, ജീവനുള്ള മീനാ. അവനങ്ങ് വാരിക്കൊടു. അപ്പൊ ഗൈസ് ഇന്നത്തെ ചെറിയ വീഡിയോ ഇവിടെ അവസാനിക്കുന്നു. വീണ്ടും അടുത്തൊരു നല്ല വീഡിയോ കാണാം.